അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 4 മണി കണ്ടു കേട്ടോ. പുലർച്ചെ ഈ 4 മണിക്ക് ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുകയാണേ. ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ 4 മണിക്ക് ഇറങ്ങുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 6 മണിയായേ. നോക്കിക്കേ എന്തായി കാണുന്നത് ബ്ലോക്ക്. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ വണ്ടി നീങ്ങി തുടങ്ങി കേട്ടോ. ഈ കൊട്ടിയൂർ ഉത്സവത്തിന് മാത്രം കണ്ടുവരുന്ന ഓടപ്പൂവാണേ അത്. പിന്നെ നടക്കുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ. പിന്നെ പുഴയിലിറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല, കാരണം നല്ല കുത്തൊഴുക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരയ്ക്കോ ഒലിച്ചു പോവുകയൊക്കെ ചെയ്തു. എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്. നോക്കിക്കേ അമ്പലത്തിൽ പൊരിഞ്ഞ തിരക്ക്, 2 കഷ്ണമാവാത്തത് ഭാഗ്യം. പിന്നെ അവിടെ നിന്ന് തണുത്ത് വിറച്ച് ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ്. പിന്നെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഒരു പറയലും മാറ്റി. പിന്നെ നേരെ ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് പോയി. അവിടെ ഇരുന്ന് ഒന്ന് തോർത്തുമൊക്കെ ചെയ്തു കേട്ടോ. ഇതാണ് ഭക്ഷണം, സാമ്പാറും ചോറും പിന്നെ മോരും ഉണ്ട്. മോര് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടില്ല. ഇതാണ് ഇവിടെ ഓടപ്പൂ. ഇവിടെ വന്നാൽ ഇത് വാങ്ങണം എന്നാണല്ലോ, അങ്ങനെ ഓടപ്പൂ വാങ്ങി. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി കേട്ടോ. പിന്നെ പൊരി വാങ്ങാനുണ്ടോ, വീട്ടിൽ പോകാൻ പറ്റുന്ന അങ്ങനെ പൊരിയും വാങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങിയേ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമില്ലേ കാണാനൊക്കെ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു കേട്ടോ. നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അങ്ങ് സ്റ്റോപ്പായേ. ഏതാണെന്നറിയണ്ടേ? ഇതാ ഈ സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ എല്ലാ പെൺകുട്ടികളും സ്റ്റോപ്പാവുമല്ലോ. അങ്ങനെ ഇവിടെ കുറേ നേരം തപ്പിത്തടഞ്ഞ് നിന്നു കേട്ടോ. വെറുതെ കാണാൻ ഒരു രസമല്ലേ. പിന്നെ ഞങ്ങൾ എന്താക്കി, ഞങ്ങളുടെ വണ്ടി എത്രയോ കിലോമീറ്റർ പുറകിലാണേ ബ്ലോക്ക് പെട്ടിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കലായി കേട്ടോ. പിന്നെ എങ്ങനെയോ എത്തി, അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി. പിന്നെ രാത്രി തിരിക്കുന്ന പരിപാടിയാണ്. പക്ഷേ 4 മണിക്ക് നിന്നിട്ടും ഞങ്ങളുടെ വണ്ടി എടുത്തത് ഒരു 11 മണിയൊക്കെ ആയി കേട്ടോ. അത്രയും ബ്ലോക്കാണ്. അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് കേട്ടോ. എല്ലാവരും ബോധം കിട്ട് ഉറങ്ങുകയാണ്. പിന്നെ ഈ ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ കമ്മൽ.